എങ്ങനെ പോണം എവിടെ എത്തിപ്പെടണം എന്നൊന്നൊരു പിടിയില്ല. അപ്പണ്ട് നൗഷാക്ക വിളിക്കണുണ്ട്. അപ്പൊ നൗഷാക്ക പറഞ്ഞ ഈ എങ്ങനേലും ഷാബിയ ബസ് സ്റ്റേഷനിലെത്തി, മുസഫ ഷാബിയ ബസ് സ്റ്റേഷനിലെത്തി, അവിടുന്ന് നമ്മളെ സുനിയേട്ടൻ, മൈസൂര് സുനിയേട്ടൻ എന്നെ വിളിക്കാൻ വരും എന്ന് പറഞ്ഞു. അതുപോലെ ചെയ്തിട്ടാ കറക്റ്റ് ആ ടൈമിൽ എന്നെ വിളിക്കാൻ വന്നു. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെട്ടത് എങ്ങനെ നിൽക്കും പടച്ചോനെ അറിയുള്ളൂ. കാരണം തിങ്കളാഴ്ച റഷ് അവറില് ദുബായില് ഏത് മെട്രോ സ്റ്റേഷനായിരുന്നു, നൂർ ബാങ്ക് മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടില് വണ്ടി നിർത്തിയിട്ട് നൗഫൽക്ക് എന്റെ ഒരു കാർഡ് തന്നു. മൂപ്പർക്ക് വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാനൊന്നും ടൈമില്ല, കാർഡ് തന്നിട്ട് വേഗം ഇറങ്ങിക്കോ പറഞ്ഞിട്ട് മൂപ്പര് പോയി. അങ്ങനെ നൂർ ബാങ്ക് മെട്രോ സ്റ്റേഷൻ തെരഞ്ഞിട്ട് ഞാന് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വലിയൊരു ബിൽഡിങ്ങുകൾ കാണാണ്ട്. പക്ഷെ ഈ മെട്രോ സ്റ്റേഷൻ ഏതാന്ന് എനിക്ക് മനസ്സിലാവണില്ല. നൂർ ബാങ്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ബാങ്കാവെന്ന് വിചാരിച്ച. നല്ല ചില്ലൊക്കെ ഇട്ടിട്ട്, നൂർ ബാങ്ക് മെട്രോ സ്റ്റേഷൻ ഇപ്പൊ ഇല്ല തോന്നുന്നുണ്ട്, ചില്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. അപ്പൊ ഇത് മെട്രോ സ്റ്റേഷൻ ആണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. അങ്ങനെ ഞാനിക്ക് ആകെ സങ്കടമായി. കാരണം കറക്റ്റ് ടൈമിൽ 11:30ക്കാണ് ഇന്റർവ്യൂ പറഞ്ഞിരിക്കണേ, ഏകദേശം 7 മണി 7:30 ആയിക്കണ്. അങ്ങനെ നൂർ ബാങ്ക് മെട്രോ സ്റ്റേഷൻ തെരഞ്ഞിട്ട് ഞാൻ തലങ്ങും വിലങ്ങും നടക്കണേ. എന്റെ കയ്യിലിന്റെ പെട്ടിയുണ്ട്, ലഗേജ് ഉണ്ട്, ലഗേജ് ആയിട്ടാണ് ഞാൻ നടക്കണേ. അങ്ങനെ കുറെ ആൾക്കാര് വലിയ വലിയ പെട്ടിയായിട്ട് ആ നൂർ ബാങ്ക് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും പോകണ്ട് ഇങ്ങോട്ടും വരുന്നുണ്ട്. എനിക്ക് ഒരു സംശയം തോന്നിയപ്പോ ഞാൻ വെറുതെ ഒന്ന് കയറി കൊണ്ട് അതായിരുന്നു മെട്രോ സ്റ്റേഷൻ. ഞാൻ ഇത്ര നേരം കാത്തു നിന്നത് ആ മെട്രോ സ്റ്റേഷൻ തേടിയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ കയറി. പക്ഷെ എന്ത് ചെയ്യണം, എവിടേക്ക് പോണോ, അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോ പോകുന്നുണ്ട്, ഏതിലേക്ക് കയറണം ഒന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എന്നോട് നൗഫൽക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുബായിൽ എവിടെയാണെങ്കിലും പോലീസുകാരുണ്ടാവും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പോലീസുകാരോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ നമ്മുടെ എസ്കലേറ്റർ ഇറങ്ങിയിട്ട് ഒരു പോലീസ് യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോ മൂപ്പരെ ഇങ്ങനെ താഴെ എത്തുന്ന വരെ ഞാൻ കാത്തുനിന്നിട്ട് മൂപ്പരെ അടുത്തെത്തിയപ്പോ ഞാൻ ഹായ് എന്ന് പറഞ്ഞപ്പോ മൂപ്പരെ എന്നെ പിടിച്ച് എന്നെ തോളത്ത് കൈയിട്ടിട്ട് ഒരു സൈഡിലേക്ക് കൊണ്ടായിട്ട് പറഞ്ഞേ, ഫസ്റ്റ് സലാം പറഞ്ഞു. ഹായ് അല്ല സലാം പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു, ഇനി എനിക്ക് എന്താ വേണ്ടി ചോദിച്ചു. അപ്പൊ ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഇബ്നു ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ എത്തണം. അപ്പൊ ഞാൻ ഏത് മെട്രോയിലാ കയറണം, എങ്ങനെയാണ് മെട്രോയിൽ പൈസ കൊടുക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്കുള്ള ആകെ എക്സ്പീരിയൻസ് സുൽത്താൻ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്. അപ്പൊ എങ്ങനെയാണ് അതിൽ റീചാർജ്, നോൺ കാർഡ് എന്നാണ് ആ കാർഡിന്റെ പേര് എന്നൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതിൽ റീചാർജ്, അങ്ങനെ നോൺ കാർഡ് ആ പോലീസുകാരൻ തന്നെ എനിക്ക് റീചാർജ് ചെയ്ത് തന്ന്. ആകപ്പാട് ഇന്ത്യയിലുള്ളത് 100 ദിർഹംസ് ആയിട്ടാണ്. അതിലൊരു 50 ദിർഹംസിന് നോൺ കാർഡ് റീചാർജ് ചെയ്ത്, ഏകദേശം നോൺ കാർഡ് റീചാർജ് ചെയ്ത് ബസ്സിനുള്ള ഫെയറും കൂടി വേണേ, ഒരു 27 ദിർഹംസ് അതുകൊണ്ട് നമ്മുടെ ഇബ്നു ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് ഷാബിയ ബസ് സ്റ്റേഷനിലേക്കുള്ള ചാർജ്. അങ്ങനെ പുള്ളിക്കാരൻ റീചാർജ് ചെയ്ത് പുള്ളിക്കാരൻ എന്റെ കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ സൈഡിലേക്ക് പോണ മെട്രോയിലാണ് കയറണ്ടേ. എന്നിട്ട് എന്നെ മെട്രോയിൽ യാത്ര ആക്കി. ഞാൻ ടാറ്റ കൊടുത്തിട്ട് പോണ വരെ പുള്ളിക്കാരൻ അവിടെ എന്നെ കാത്തു നിന്നു. കാരണം അത്രയും നല്ലൊരു സംയമനമാണ് എനിക്ക് ദുബായ് പോലീസിൽ നിന്നിട്ട് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും ആ പോലീസുകാരനോട് മനസ്സിലുണ്ട് നന്ദി പറയാണ്. പോലീസുകാരന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞു, എന്നാലും മൂപ്പരന് നല്ലൊരു ഹെൽപ്പാണ് ചെയ്തത്. കാരണം ഒന്നും അറിയാതെ ഞാൻ എത്തിപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് എവിടേക്ക് പോകണോ ഒരു ദിശാബോധം ഉണ്ടാക്കി തന്നത് മൂപ്പരാണ്. അങ്ങനെ ഞാൻ ഈ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇബ്നു ബത്തൂത്ത മെട്രോ സ്റ്റേഷനിൽ എത്തി. അവിടെ എത്തിയിട്ട് മുസഫയ്ക്കുള്ള ബസ് കണ്ടുപിടിക്കണം. ഞാൻ നോക്കുമ്പോൾ ബസ്സിനൊക്കെ നമ്പറും ഉണ്ട്, അറബിയിൽ ഇങ്ങനെ സ്ഥലത്തിന്റെ പേര് പോണുണ്ട്. ഞാൻ കുറച്ചുനേരം അവിടെ നിന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച ശേഷം ഏതോ ഒരു ബസ് കണ്ട്. ഏതോ ഒരു ബസ്സിൽ മുസഫാന്ന് അറബി വലിയ സ്ഥലം പഠിപ്പിച്ച കാരണം അറബി വായിക്കാനും എഴുതാനൊക്കെ നന്നായിട്ട് അറിയാം. കാരണം മുസഫ എന്നൊരു ബസ്സിൽ കണ്ട്, അറബിയിലാണ് ഞാൻ കണ്ടത്, അതിൽ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട് മുസഫാന്ന്. അപ്പൊ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ആ ബസ്സിലാണ് കയറിയത്. പിന്നെ ഒരു ഏകദേശം 2 മണിക്കൂർ ആ ബസ്സിൽ തന്നെ ആയിരുന്നു. അപ്പണ്ട് സുനിയേട്ടൻ വിളിക്കണേ. സുനിയേട്ടൻ പറഞ്ഞ്, ഈ കുറച്ചേരം അവിടെ നിൽക്കി, ഷാബിയ ബസ് സ്റ്റേഷനിലെത്തി എന്നെ വിളിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആവും, കാരണം നല്ല ട്രാഫിക് ആണെന്ന് പറഞ്ഞിട്ട് സുനിയേട്ടൻ വിളിച്ച്. അപ്പൊ ഞാൻ തോന്നി 5-10 മിനിറ്റ് അല്ലേ, കുഴപ്പമില്ല, സുനിയേട്ടൻ വരുമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ അവിടെ നിന്നു. അങ്ങനെ ഞാൻ ഷാബിയ ബസ് സ്റ്റേഷനിലെത്തിയിട്ട് കുറച്ചേരം അവിടെ കാത്തുനിന്ന് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ സുനിയേട്ടനെയും കാത്തു നിന്ന്. പിന്നെ ഞാൻ ഇൻസൈഡൊന്നും ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു, ടക്കിനൊന്നും ചെയ്യാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ വാഷ്റൂമിൽ കയറിയിട്ട് ഒന്ന് ടക്കിനൊക്കെ ചെയ്ത്, ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ, അപ്പൊ ഒന്ന് ഇംപ്രസ് ആക്കി കളയാന്നുള്ള കാര്യത്തില് വിചാരിച്ചിട്ട് ഞാനൊന്ന് ടക്കിനൊക്കെ ചെയ്ത്. അപ്പൊ സുനിയേട്ടൻ വന്നിട്ട് സുനിയേട്ടൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ച്, സുനിയേട്ട ഹിന്ദി അറിയാമെന്ന് ചോദിച്ചു.
നമുക്ക് ആകെ അറിഞ്ഞ ഹിന്ദി ഷാറുഖ് ഖാന്റെയും സൽമാൻ ഖാന്റെയും അമീർ ഖാന്റെ ഒക്കെ സിനിമ കണ്ടിട്ടുള്ള ഹിന്ദിയാ. അപ്പൊ സുനേട്ടൻ പറഞ്ഞ അവിടുത്തെ മാനേജർ ഹിന്ദിക്കാരനാണ്, പഞ്ചാബിയാണ്. അപ്പോ ഹിന്ദിയിൽ സംസാരിക്കണ്ട, ഇംഗ്ലീഷ് അറിയില്ല ചോദിച്ചാൽ. അപ്പൊ ഇംഗ്ലീഷ് നമ്മള് പക്ക ഫ്ലുവന്റ് ആണ്, കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സുനേട്ടന് വാക്ക് കൊടുത്ത്. അങ്ങനെ എനിക്ക് എന്റെ CV പ്രിന്റ് ചെയ്യണം. CV പ്രിന്റ് ചെയ്യാൻ ഞാനൊരു കടയിൽ കയറിയപ്പോ പുള്ളിക്കാരൻ വൻ നെഗറ്റീവ്. ഞാൻ വിസിറ്റ് വിസയിലാണ്. ആ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ മോന് 6 വിസിറ്റ് വിസ എടുത്തിട്ടാണ് ഒരു ജോബ് റെഡി ആയത്. അതിനെല്ലാം പറഞ്ഞിട്ട് വൻ നെഗറ്റീവ്. എന്നിട്ട് എന്നോട് പറഞ്ഞേ, ദുബായിലൊന്നും ഒന്നുമില്ല, UAE-ലൊന്നും ഒന്നുമില്ല, ഈ ഇപ്പൊ വേണേ ഈ ഖത്തറിലേക്ക് പോയിക്കോ, ഖത്തറിൽ പോയാൽ ജോലി കിട്ടും, രക്ഷപ്പെടാന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. പക്ഷെ അന്ന് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അങ്ങനെ നല്ല നീയത്തോടെ ഇറങ്ങിയല്ലേ വെച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. സാധാരണ ഞാൻ അങ്ങനെ പറഞ്ഞവരൊന്നും വെറുതെ വിടാറില്ല. തിരിച്ചൊന്നും പറയാതെ ഞാൻ ഓക്കെ ശരി അസ്സലാമു അലൈക്കും പറഞ്ഞ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ സുനിയേട്ടപ്പം കാറില് മുസഫ MW4-ല്, മുസഫ വെസ്റ്റ് 4-ല് ആണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഇന്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തു. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, 2-3 ആൾക്കാരെ ഉണ്ടാകുന്നുള്ളൂ. ആ പങ്കെടുത്തു. അങ്ങനെ ആദ്യം മാനേജർ ഇന്റർവ്യൂ ചെയ്തു, പിന്നെ MD വന്ന് എന്റെ ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെ ആ ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായി. ഫസ്റ്റ് ഇന്റർവ്യൂവിനെ ഞാൻ പാസ്സായി. അങ്ങനെ എന്ന് മുതൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് തിങ്കളാഴ്ച അല്ലേ, ഒരു വ്യാഴാഴ്ച അതിന്റെ കുറച്ച് ലഗേജും കൂടി അജുമാനിൽ നിന്ന് കൊണ്ടുവരാണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയ്യിലാണ്, അത് കൊടുത്തിട്ട് ഞാൻ തിങ്കളാഴ്ച ഇൻഷാല്ലാ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിങ്കളാഴ്ച വന്നു, ആ ജോലിയിൽ കയറി. ഏകദേശം ഒരു 3.5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായി, കുറെ നല്ലതും ചീത്തയായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായി. അതിനെ പറ്റി നാളെ പറയാം. അപ്പോ എല്ലാവർക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.